സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ശരിക്കും ഒരു പോർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യും തിരുവനന്തപുരം. തീർച്ചയായിട്ടും ലോകത്തിലുള്ള ഏറ്റവും വലിയ ഈ മാസ്മരികമായ നമ്മളെ ഈ നഗരങ്ങളൊക്കെ കണ്ടാൽ എല്ലാം ഒരു പോർട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നവയാണ്. ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന സിറ്റീസ് ഒന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ശരിക്കും പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ആദ്യത്തെ മദർഷിപ്പ് ഏകദേശം 2000-ലേറെ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നത് ചൈനയിലെ സിയാമിൻ തുറമുഖത്തിൽ നിന്നാണ് കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രക്രിയ മൊത്തം ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അതെ ഏറ്റവും ആധുനിക രീതിയിലുള്ളതാണ്. ഭാരതത്തിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും അത് നമ്മുടെ ഭാരതത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ്. ഒരുമിച്ച് വന്നാൽ കൈകാര്യം ചെയ്യാൻ പറ്റൂ. 400 മീറ്റർ ബെർത്താണ് നമുക്ക് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഈ ഓണത്തിന് മുൻപുള്ള സമയത്തോടു കൂടി 800 മീറ്റർ ബെർത്തും നമുക്ക് പ്രവർത്തന സജ്ജമാകും. ഈ 800 പ്രവർത്തന സജ്ജമാകുമ്പോൾ നമുക്ക് 2 കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓണത്തിന് അതിൻ്റെ കമ്മീഷനിങ് നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഏകദേശം ഡിസംബറോടുകൂടി മറ്റ് അനുമതികളെല്ലാം നമുക്ക് ലഭ്യമാകുന്നതോടെ നമുക്ക് ഈ വർഷം തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. ഉദ്ഘാടന ദിവസം തീർച്ചയായിട്ടും കപ്പൽ കാണാൻ സാധിക്കും. നമുക്ക് കപ്പലിൻ്റെ അകത്ത് കയറാനുള്ള അനുമതി ഉണ്ടാവില്ല. വളരെ ദൂരമില്ല, അടുത്ത് തന്നെ നിന്ന് കാണാൻ പബ്ലിക് എൻട്രി ഉണ്ട്. ഈ പറയുന്ന 12-ാം തീയതി രാവിലെ ആയിരിക്കും. അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ക്രെയിൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് ഞങ്ങളുടെ പോലെ അല്ലായിരിക്കും. കുറേ കൂടെ അവസരങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. വലിയ കപ്പൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ കസ്റ്റംസ് സർവീസിൽ കയറി. അതെ, അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന കപ്പൽ കാണുന്നത്, തുറമുഖം കാണുന്നത്, കണ്ടെയ്നറുകൾ കാണുന്നത്, വെയർഹൗസിങ് കാണുന്നത്, ലോജിസ്റ്റിക്സ് കാണുന്നത്, കസ്റ്റംസ് ചാർജസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പെൺകുട്ടികൾ പുറത്തുനിന്ന് കരഞ്ഞാൽ കുഴപ്പമില്ല, ആൺകുട്ടികൾ പുറത്ത് നിന്ന് ചിരിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറി എല്ലാവർക്കും കുഴപ്പമാണ്. അപ്പം അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഞാൻ ഈ നമ്മുടെ ഉള്ളിലെ ഡ്രൈവ് എന്ന് എപ്പോഴും പറയുന്നത്. പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളല്ലേ കുറെ കൂടെ സ്ട്രോങ് എന്താ പറയുന്ന മൈൻഡ്, ഒരു മനസ്സുള്ള ആൾക്കാർ. എന്നെ സ്വാധീനിച്ചിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ ശക്തമായ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. വിഴിഞ്ഞത്തിൻ്റെ ജനങ്ങൾക്ക്, വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം കുടുംബങ്ങൾക്ക്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ഓരോരുത്തരുടെയും വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു സ്തംഭമായിട്ടാണ് ശരിക്കും വിഴിഞ്ഞം തുറമുഖം വരുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടറും ഇപ്പോൾ കേരളത്തിൽ സമൂഹത്തിനൊരു റോൾ മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാതൃകാ വ്യക്തിത്വമായ ഡോക്ടർ ദിവ്യ എസ് അയ്യറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ഡോക്ടർ ദിവ്യ എസ് അയ്യർ. നമസ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ മദർഷിപ്പ് എത്തുകയാണ്. അതെ, മദർഷിപ്പ് എത്തുകയാണ്. അതെ, എന്താണ് അതിന്റെ വിശേഷങ്ങൾ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിനായി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശുഭമുഹൂർത്തത്തിൽ ജൂലൈ 11-12 തീയതികളിലാണ് ആദ്യത്തെ മദർഷിപ്പ് ഏകദേശം 2000-ലേറെ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നത്. ചൈനയിലെ സിയാമിൻ തുറമുഖത്തിൽ നിന്നാണ് കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, മെഴ്സ്കിന്റെ ചാർട്ടേഡ്, അതെ മെഴ്സ്ക് എന്നുള്ളത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനുകളിലൊന്നാണ്. അവരുടെ ഒരു ചാർട്ടേഡ് ഷിപ്പാണിത്. സാൻ ഫെർണാണ്ടോ എന്നാണ് കപ്പലിൻ്റെ പേര്. ഇപ്പോൾ കപ്പലിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചരക്ക് കൊണ്ടുവരുന്നത് 11-ാം തീയതി പുലർച്ചെയാണോ എത്തുന്നത്? അതെ അതെ അതെ, 10-ാം തീയതി പാതിരാത്രി കഴിഞ്ഞാൽ എത്തും. അപ്പോൾ സാധാരണഗതിയിൽ കപ്പൽ എത്തുമ്പോൾ നമ്മുടെ തുറമുഖത്തിൻ്റെ ഒരു ഔട്ടർ ചാനൽ എന്നുള്ളത്, അതായത് ദൂരക്കടലിൽ ആഴക്കടലിൽ കപ്പൽ ഉണ്ടായിരിക്കും. അവിടെ വന്നതിന് ശേഷം നമ്മളുമായിട്ടുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആക്റ്റീവ് ആകും. അപ്പോൾ അത് നടന്നതിന് ശേഷം നമ്മുടെ തുറമുഖത്തിൽ നിന്നും ഒരു പൈലറ്റ് വെസൽ ഈ പറയുന്ന ഔട്ടർ ചാനലിൽ പോയി ഈ കപ്പലിനെ അകമ്പടി സേവിച്ചുകൊണ്ട്
നമ്മുടെ തുറമുഖത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. അത് എല്ലാ കപ്പലിനും അങ്ങനെ തന്നെ ആയിരിക്കും. അത് 11-ാം തീയതി. അത് 11-ാം തീയതി. അതെ, ഉദ്ഘാടനമാണ് 12-ാം തീയതി. അതെ അതെ അതെ. അന്നേരം ഈ മെർസക്കിന്റെ അകത്ത് ഈ കണ്ടെയ്നേഴ്സ് 2000 തിരുവനന്തപുരത്താണ് ഇറക്കാൻ പോകുന്നത്. അതെ അതെ, 2000-ലേറെ കണ്ടെയ്നറുകൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് തന്നെയായിരിക്കും ഇറക്കുക. ഈ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ എന്താണ് മദർഷിപ്പ്? അപ്പോൾ കപ്പലുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മാരിടൈം ട്രേഡിൽ, അതായത് കടൽ മാർഗേനയുള്ള നമ്മുടെ ഒരു വാണിജ്യ മേഖല എടുത്ത് നോക്കിയാൽ അതിൽ ഒരു പക്ഷേ സമാനമായിട്ടുള്ള ഒരു ഉപമ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പോൾ മദർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ കട പോലെ ചിന്തിക്കുക. ബാക്കി ഫീഡർ വെസൽസ് എന്ന് പറയുന്ന ചെറിയ കപ്പലുകൾ ഒരു റീറ്റെയിൽ കട പോലെ ചിന്തിക്കുക. അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക്, ഇപ്പോൾ ചൈനയിൽ ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും അവിടെ നിന്നും ഉള്ള സാധന സാമഗ്രികൾ ഒരു പക്ഷേ യൂറോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നിരിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചൈനയിൽ നിന്നും ഈ പറയുന്ന മദർഷിപ്പ് അനേകം രാജ്യങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അനേകം സാമഗ്രികൾ എടുത്തുകൊണ്ട് പല പല രാജ്യങ്ങളിൽ അതുകൊണ്ട് കൊടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ വരുന്ന നമ്മുടെ മദർഷിപ്പ് എന്ന് പറയുന്നത് കുറേയേറെ കണ്ടെയ്നറുകൾ നമ്മുടെ ഭാരതത്തിൽ ഒരുപക്ഷെ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അടുത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കാനുള്ള സാമഗ്രികളായിരിക്കും, ചരക്കായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ വലിയ മദർഷിപ്പിൽ ഇത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ തുറമുഖത്തിൽ ഇതെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ വന്ന് അവരവർക്ക് വേണ്ടുന്ന ചരക്ക് മാത്രം ഇവിടെ നിന്ന് തിരിച്ച് കയറ്റിക്കൊണ്ട് അത് പോകും. അപ്പോൾ ഒരു പോർട്ട് ഓഫ് ഒറിജിൻ ഉണ്ട്, ഒരു പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള ഒരു പോർട്ട് ഓഫ് ട്രാൻസ്ഷിപ്മെൻറ്റും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ചരക്കുകൾ ഈ 3 തുറമുഖങ്ങളിലൂടെയാണ് എത്തേണ്ടിടത്ത് എത്തിച്ചേരുന്നത്. ഇതൊരു ട്രയൽ റൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ ഇതെന്നുള്ള നിലയിലാണോ? അതെ, ട്രയൽ റൺ എന്ന് നമ്മൾ പറയാൻ കാരണം, ഒന്ന് നമ്മുടെ ഇപ്പോൾ 1-ാം ഘട്ട നിർമ്മാണത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി ഇതിൻ്റെ കോർ ഓപ്പറേഷൻസ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായും നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പുലിമുട്ട്, ഇപ്പോൾ 2960 മീറ്ററിൻ്റെ പുലിമുട്ട് നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ടെയ്നർ ബെർത്ത് എന്ന് പറയുന്നത്, ഈ കണ്ടെയ്നർ ബെർത്തിലാണ് നമ്മുടെ കപ്പൽ വന്ന് അതിനോട് തൊട്ടാണ് നങ്കുരമിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് 800 മീറ്ററിൻ്റെ കണ്ടെയ്നർ ബെർത്ത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 400 മീറ്റർ ഇപ്പോൾ പ്രവർത്തന ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിനോട് ചേർന്ന് അനുബന്ധമായിട്ടുള്ള യന്ത്രങ്ങൾ നമുക്കുണ്ട്, ക്രെയിനുകളുണ്ട്. ഇപ്പോൾ 31 ക്രെയിനുകൾ നമുക്ക് നമ്മുടെ തുറമുഖത്തിൽ വന്നു കഴിഞ്ഞു. ഈ ക്രെയിനുകളും ഈ പറയുന്ന സാമഗ്രികളെല്ലാം തന്നെ, ഈ യന്ത്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ അൽഗോരിതംസ് ഉണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുവാനുള്ള കൺട്രോൾ റൂമുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രക്രിയയെല്ലാം വളരെ സുഗമമായും വളരെയധികം കൃത്യതയോടുകൂടിയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ യന്ത്രങ്ങളെല്ലാം തന്നെ അവയുടെ കാലിബ്രേഷൻ ആകട്ടെ, ഇപ്പോൾ എത്ര വേഗത്തിലാണ് ഒരു ക്രെയിൻ വന്ന് ഈ കപ്പലിൽ നിന്നും ഈ ക്രെയിൻ ഈ ചരക്ക് പൊക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ പൊക്കിയെടുക്കുന്നത്, അത് എത്ര ഉയരത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, തിരിച്ച് അപ്പോൾ ഈ പ്രക്രിയ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കപ്പലിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ചരക്ക് കപ്പൽ വരുന്നു, നങ്കുരമിടുന്നു. നങ്കുരമിട്ടതിന് ശേഷം അതിൽ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നതിൻ്റെ വലിപ്പം എത്രയാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു കണ്ടെയ്നറിനെ നമ്മുടെ ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്ന് പറയുന്ന ആ ക്രെയിൻ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രെയിനാണത്. അപ്പോൾ ഈ ക്രെയിൻ ഈ ചരക്ക് കപ്പലിൽ നിന്നും പൊക്കിയെടുത്ത് ഈ ക്രെയിനിൻ്റെ തൊട്ട് കീഴെ ഒരു ട്രെയിലർ ട്രക്ക് അവിടെ ആ സമയത്ത് കൃത്യമായി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനവധി ട്രെയിലർ ട്രക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ക്രെയിൻ ഏത് ട്രക്കിലാണ് ഇത് വെക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ അതിന് നമ്മൾ ഈ കൺട്രോൾ റൂമിൽ നിന്നും പാസ് ഓൺ ചെയ്യുന്നതായിരിക്കും, കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ട്രക്കിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈ ട്രക്ക് തൊട്ടപ്പുറത്തുള്ള യാർഡിലേക്ക് പോകും. യാർഡിലേക്ക് പോയതിന് ശേഷം അവിടെ മറ്റൊരു ചെറിയ ക്രെയിൻ ഉണ്ടായിരിക്കും, ഒരു ഷോർ ടു ഷോർ ക്രെയിൻ എന്ന് പറയും. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ആ ക്രെയിൻ. അപ്പോൾ ഈ ട്രക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ ക്രെയിൻ ഈ കണ്ടെയ്നർ എടുത്തുകൊണ്ട് ഈ പറയുന്ന കണ്ടെയ്നർ നമ്പറിന് ഏത് സ്ലോട്ടിലാണ് നമ്മുടെ യാർഡിൽ വെക്കേണ്ടത് എന്നുള്ളതും ഒരു അൽഗോരിതം വെച്ച് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ A6 ആണ് അല്ലെങ്കിൽ B27 ആണ് എന്നൊക്കെ ഉള്ളത് ഈ പറയുന്ന ക്രെയിനും അറിയാം, ഈ ട്രക്ക് ഓടിക്കുന്ന വ്യക്തിക്കും അറിയാം. അപ്പോൾ കൃത്യമായിട്ട് ആ സ്ലോട്ടിൽ കൊണ്ട് ഈ കണ്ടെയ്നർ ഇറക്കി വെക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയ മൊത്തം
ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അതെ ഏറ്റവും ആധുനിക രീതിയിലുള്ളതാണ്. ഭാരതത്തിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും അത് നമ്മുടെ ഭാരതത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ്. ഈ സാൻ ഫെർണാണ്ടോ വന്നു കഴിഞ്ഞാൽ എത്ര നേരം ഇവിടെ ഉണ്ടാവും? സാൻ ഫെർണാണ്ടോ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 30 മണിക്കൂർ തുടരും. അതെ അതെ അതെ. പിന്നീട് ഇതുപോലുള്ള കപ്പലുകൾ ഈ ഓണത്തിന് മുമ്പ് വരുമോ? അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ സാൻ ഫെർണാണ്ടോ വന്നു പോയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ആദ്യത്തെ ഒരു ഫീഡർ വെസലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 13-ാം തീയതി തന്നെ ഫീഡർ വെസലും വരും. അല്ല, അത് പല സ്ഥലങ്ങളിൽ നിന്നും ഫീഡർ വെസലുകൾ വരും. അതിൻ്റെ ഷെഡ്യൂളും 13-ാം തീയതി തൊട്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ ചെറിയ കപ്പലുകളും വന്ന് 13-ാം തീയതി മുതൽ ഇവിടെ ഇറക്കി വെക്കുന്ന ഈ ചരക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള കപ്പലുകളും തൊട്ടടുത്ത ദിവസം മുതൽ വരും. ഒപ്പം മറ്റ് കപ്പലുകൾ, മറ്റ് മദർഷിപ്സും മറ്റ് ഷിപ്പിംഗ് കമ്പനികളും ഒക്കെ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ കപ്പലുകളും നമ്മൾ തുടർന്ന് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഓണത്തിന് നമ്മൾ കമ്മീഷനിങ് വെച്ചിരിക്കുന്നു. അന്നേരം ഒരു ഫസ്റ്റ് ഫേസ് പൂർത്തിയാവുകയാണ്. അതെ അതെ. എന്തായിരിക്കും, എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് അന്നേരം ഉണ്ടാവും? അതെ, അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് പൂർത്തിയായതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ ഓരോ യന്ത്രങ്ങളും ഓരോ സോഫ്റ്റ്വെയറുകളും ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായോ സ്ഥൂലമായിട്ടോ ഉള്ള ചില ഇടപെടലുകൾ നമുക്ക് കുറേ കൂടി കാര്യക്ഷമതയോടെ കുറേ കൂടി കൃത്യതയോടെ നമ്മുടെ പ്രവർത്തനം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയൽ റൺ എന്നുള്ളത് പറയുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്കിപ്പോൾ എത്ര ക്രെയിനുകളെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, അതിനുള്ള വൈദ്യുതിയുടെ ആവശ്യം, അല്ലെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് 2 കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. 2 മദർഷിപ്പ് ഒരുമിച്ച് വന്നാൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 400 മീറ്റർ ബെർത്താണ് നമുക്ക് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഈ ഓണത്തിന് മുൻപുള്ള സമയത്തോടു കൂടി 800 മീറ്റർ ബെർത്തും നമുക്ക് പ്രവർത്തന സജ്ജമാകും. ഈ 800-ഉം പ്രവർത്തന സജ്ജമാകുമ്പോൾ നമുക്ക് 2 കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് റണ്ണിൽ നമുക്ക് 4-5 മദർഷിപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2, 3, 4 ഘട്ടങ്ങളാണ് നമ്മൾ വിഭാവന ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് 2045 കൂടി പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ കരാർ പ്രകാരം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെ കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലയെകൂട്ടി നമ്മൾ ആ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. ഈ വർഷം തന്നെ ഈ ഓണത്തിന് അതിൻ്റെ കമ്മീഷനിങ് നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഏകദേശം ഡിസംബറോടുകൂടി മറ്റ് അനുമതികളെല്ലാം നമുക്ക് ലഭ്യമാകുന്നതോടെ നമുക്ക് ഈ വർഷം തന്നെ 2-ാം ഘട്ടത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന പക്ഷം നമുക്ക് 2028 കൂടി ഈ ഘട്ടങ്ങളുടെ എല്ലാം അനന്തര ഘട്ടങ്ങളുടെ എല്ലാം നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കും. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് കാണാനും എന്തെങ്കിലും അല്ലെങ്കിൽ കപ്പലിൽ കയറാനും ഒക്കെ അവസരം ഉണ്ടാകും, പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു പോർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കൗതുകമുള്ള ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നമുക്കിപ്പോൾ എയർപോർട്ടിൽ കയറി പിന്നെ ഫ്ലൈറ്റിന്റെ അകത്ത് കയറുക എന്ന് പറയുന്നത് അതെ അതെ ടെർമാക്ക് വരെ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അതിനേക്കാളും വളരെയധികം പരിമിതികൾ ഉള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു മേഖലയാണ് എന്നുള്ളതും, ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം വളരെയധികം ഭീമമായിട്ടുള്ള ഭാരമുള്ള വസ്തുക്കളാണ് ഇതെല്ലാം. അപ്പോൾ അതൊരു സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായും ആ ഒരു പ്രദേശത്തൊന്നും തന്നെ നമ്മളെ പരമാവധി മനുഷ്യരുടെ തന്നെ ഒരു സാന്നിധ്യം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഇത്രയും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരു കാരണവും ശരിക്കും അതാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയൊരു പ്രക്രിയക്കുള്ളിൽ നമുക്കാകെ ഈ ട്രക്ക് ഓടിക്കുക എന്ന് പറയുന്നതിന് മാത്രമേ നമ്മൾ ശരിക്കും വ്യക്തികളെ വിനിയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അത്രയധികം നമ്മൾ ഈ പറയുന്ന പോലെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഉദ്ഘാടന ദിവസം തീർച്ചയായിട്ടും കപ്പൽ കാണാൻ സാധിക്കും. നമുക്ക് കപ്പലിന്റെ അകത്ത് കയറാനുള്ള അനുമതി ഉണ്ടാവില്ല, വളരെ ദൂരമില്ല, അടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും. പബ്ലിക് എൻട്രി ഉണ്ട്. ഈ പറയുന്ന 12-ാം തീയതി രാവിലെ ആയിരിക്കും നമ്മുടെ പൊതുയോഗം. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് കപ്പൽ കാണാനും നമ്മുടെ ക്രെയിനുകൾ കാണാനും ക്രെയിൻ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് കാണാനാകില്ല. കാരണം ജനങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഓപ്പറേഷൻസ് നിർത്തി വെച്ചേക്കും ഒരു സുരക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും. കപ്പലുകൾ വരുമ്പോഴോ അതെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം
വളരെ ബൃഹത്തായിട്ടുള്ള കപ്പലുകളും കണ്ടെയ്നറുകളും ഒക്കെയാണ്. അപ്പോൾ എത്ര ദൂരത്ത് നിന്നാലും കാഴ്ചയ്ക്ക് അപ്പുറമായിട്ടൊന്നും ഇതൊന്നും പോവില്ല. അതുകൊണ്ട് ആ ഒരു കൗതുകത്തിനുള്ള കാഴ്ച തീർച്ചയായിട്ടും എപ്പോഴായാലും ലഭിക്കും. പക്ഷെ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ അകത്ത് കയറി എന്നൊക്കെയുള്ളതിന് നമുക്ക് ഇത് ഓപ്പറേഷണലൈസ് ആകുന്നത് മുതൽ കുറച്ച് പരിമിതികൾ ഉണ്ടാകും. ഇപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും നമ്മുടെ ക്രെയിനുകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വെസലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രോഹിബിറ്റഡ് പ്ലേസ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നതിന് ശേഷം അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരിക്കും. വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സ്വത്തായിട്ടാണ് മാറാൻ പോകുന്നത്. അത് പക്ഷേ കേരളത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് ഏതൊക്കെ രീതിയിലായിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത് ഈ തുറമുഖം? അനേകം രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഒരു ജനതയുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ വൈകാരികമായും ഒപ്പം നമ്മുടെ തലമുറയ്ക്കും ഒക്കെ ഒരു അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണ് എന്നത് ശരിക്കും അവിടുത്തെ വിഴിഞ്ഞത്തെ ജനങ്ങളായാലും നമ്മുടെ നാട്ടിലെ ഈ യുവതലമുറയായാലും നമുക്ക് സ്വപ്നം കാണാനായിട്ട് പുതിയ മേഖലകൾ ഇങ്ങനെ ലോകത്തിൻ്റെ ഒരു ജാലകം തുറക്കുന്നത് പോലെയാണ് ശരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ വിഴിഞ്ഞത്ത് പോകുമ്പോഴും അവിടുത്തെ കുടുംബങ്ങളോടും അവിടുത്തെ അമ്മമാരോടും ചേച്ചിമാരോടും ഒക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് യഥാർത്ഥത്തിൽ ഞാനിവിടെ വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകിയത് അവരുടെ കുറച്ച് വാക്കുകളായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം, ഒരു അമ്മയോട് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഈ കടലമ്മയുടെ ഒപ്പം തന്നെയാണ് എന്നും ജീവിച്ചിട്ടുള്ളത്. ഈ മീൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലോകം. ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇനി വേറെ ആയിരിക്കും എന്നുള്ളത്, ഞങ്ങളുടെ മക്കൾക്ക് ഇതിനപ്പുറം സ്വപ്നം കാണാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ക്രെയിനുകളാണ് കാണിച്ചു തരുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ക്രെയിൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് ഞങ്ങളുടെ പോലെ അല്ലായിരിക്കും. കുറേ കൂടെ അവസരങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങളുടെ ലോകം വിശാലമായി എന്നുള്ളതിൻ്റെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ എന്നെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ പടുകൂറ്റൻ ക്രെയിനുകൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടുപുറകെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക എന്നുള്ളത് എനിക്ക്, ഞാൻ ആ ഒരു കൗതുകത്തിലാണ് ഞാൻ അവരോട് ചോദിച്ചത്. ശരിക്കും ഇത്രയും ചെറിയ വീടുകളാണ്, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ ക്രെയിനുകളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, അത് കാണുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ ഭാവി അത്രയും ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് അവർക്കും സാധിക്കും. ഈ കടലിലെ മീൻ പിടിക്കുക എന്നുള്ളതിലല്ല, മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളതല്ലാതെ അതിലുപരിയായിട്ട് ചിന്തിക്കാൻ ഇനി അവർക്ക് സാധിക്കും, ഒരു ഭാവിയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കത് ശരിക്കും നൽകുന്നത്. പക്ഷേ വിഴിഞ്ഞം ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമല്ലോ. അതിൽ ഈ പ്രാദേശികവാസികൾക്ക് അല്ലെങ്കിൽ അവിടുത്തുകാർക്ക് എന്താ പ്രിഫറൻസ് എത്രമാത്രമായിരിക്കും? അതെ, അതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലും കുറേ അധികം നമ്മൾ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പോഴും നമ്മൾ വിഴിഞ്ഞത്തിൽ നമ്മൾ കേരള സർക്കാരും ഒപ്പം എസാപ്പും വിസിലും ഒപ്പം അദാനി ടീമും ചേർന്നിട്ട് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ വിഴിഞ്ഞത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. അവിടെ പ്രവേശനം എല്ലാവർക്കും ഉണ്ട്. അവിടുത്തെ പ്രദേശവാസികൾക്ക് മുൻഗണന നൽകുകയും അവർക്ക് ഒരു കൺസെഷൻ നൽകുകയും തീർച്ചയായിട്ടും ചെയ്യും. അതൊരു സൗജന്യ പരിശീലനമാണോ അതോ അല്ലല്ല, ഫീസ് വെച്ചിട്ടുള്ള, അതെ, അത് കോഴ്സാണ്. നൈപുണ്യ വികസനത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള കോഴ്സാണ്. പ്രധാനമായിട്ടും നമ്മൾ മാരിടൈം സെക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെയുള്ള മറ്റ് തൊഴിലവസരങ്ങൾക്കുമുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ അവിടെ ചെയ്യും. അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ, എന്താണ് മാനദണ്ഡം? ഓരോ കോഴ്സിനും ഓരോ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിച്ചവർക്ക് ഒരു യോഗ്യത ഉണ്ട്, ഓരോ കോഴ്സുകൾ അവൈലബിൾ ആണ്. 12ന് വേറൊരു കോഴ്സ്, ബിരുദധാരികൾക്ക് വേറൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാ തലങ്ങളിലുമുള്ള, അതെ, ഷോർട്ട് ടേം കോഴ്സസ് ആണ്. ചിലത് 3 മാസത്തിൻ്റെ, ചിലത് 6 മാസത്തിൻ്റെ, 1 വർഷത്തിൻ്റെ എന്നൊക്കെയുള്ള രീതിയിൽ. എസാപ്പിൻ്റെ മറ്റ് സെൻറ്റേഴ്സ് പോലെ തന്നെ, പക്ഷെ അതിനേക്കാളും കുറെ കൂടെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി, റെസിഡൻഷ്യൽ സൗകര്യങ്ങളോട് കൂടിയുള്ള കോഴ്സുകളാണ് അവിടെ നമ്മൾ നൽകുന്നത്. അപ്പോൾ അവിടെ നിന്നും പഠിച്ചിറങ്ങുന്നവർ, പ്രത്യേകിച്ചും ഈ മാരിടൈം സെക്ടറിലുള്ള കോഴ്സുകളിൽ പഠിച്ചിറങ്ങുന്നവർ വിഴിഞ്ഞത്തെന്ന് മാത്രമല്ല ലോകത്ത് ഏതൊരു തുറമുഖത്തിൽ പോയാലും അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ പോയാലും അവർക്ക് തൊഴിൽ നേടുവാനുള്ള നൈപുണ്യ വികസനം ഉറപ്പുവരുത്തും എന്നുള്ളത് ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. വിഴിഞ്ഞത്ത് ജോലി കിട്ടാൻ ഏത് കോഴ്സ് പഠിക്കണമെന്ന് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സജസ്റ്റ് ചെയ്യാമല്ലോ?
അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് വരും എന്ന് നമുക്കറിയാം. അപ്പോൾ സ്കിൽഡ് ലേബറും ഉണ്ട്, അൺസ്കിൽഡ് ലേബറും ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഇപ്പം ഈ വണ്ടി ഓടിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഈ ട്രക്ക് ഓടിക്കുന്നത് മുതൽ കൺട്രോൾ റൂമിൽ ക്രെയിൻ ഓപ്പറേഷൻ നടത്തുന്നത് മുതൽ ഈ കപ്പൽ നങ്കുരം ഇടുന്നതിനായിട്ട് കുറച്ച് പ്രക്രിയകളുണ്ട്, അത് ചെയ്യുന്നത് മുതൽ ഇതൊക്കെ ശരിക്കും പക്ഷേ ഇതിൻ്റെ കോർ ഓപ്പറേഷൻസിൻ്റെ മാത്രമാണ്. അപ്പം നമ്മൾ വിഴിഞ്ഞം തുറമുഖം തുറക്കുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ ഒരു കോർ ഓപ്പറേഷനിൽ ഇതിൻ്റെ കാതലിൽ മാത്രമായിട്ട് ഒതുങ്ങരുത്. ശരിക്കും അതിനെ ചുറ്റുമുള്ള മറ്റ് പ്രവൃത്തികളിൽ കൂടുതൽ താല്പര്യം ആളുകൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ വെയർ ഹൗസിംഗ് ആണെങ്കിലും അതിൻ്റെ ലോജിസ്റ്റിക്സ് ആണെങ്കിലും അതിൻ്റെ ഇപ്പോൾ ഫ്രേറ്റ് സർവീസസ് ആണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ ഒരുപാട് മേഖലകൾ ഇത് കൈകാര്യം ചെയ്യുവാനായിട്ട് പുറമേ നമുക്ക് ആവശ്യമുണ്ട്. സംരംഭങ്ങൾ പോലെ ഇപ്പോൾ വെയർ ഹൗസുകളൊക്കെ പലരും തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടു. അതെ, ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ലോജിസ്റ്റിക്സും ഇതൊരു വിശാലമായ ലോകമാണല്ലോ മാരിടൈം, അല്ലേ? അതെ അതെ. ഏത് രീതിയിൽ പഠിച്ചാലും പല പല ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും കപ്പലിൽ തന്നെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നമുക്ക് ശരിക്കും സീഫെയറേഴ്സ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സഞ്ചാരികൾ നോക്കുമ്പോൾ അതിൽ ഒരുപാട് മലയാളികളുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അത് ഇനിയും വർദ്ധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്, ഇവിടെ നമ്മുടെ തന്നെ ഒരു തുറമുഖവും കൂടി വരുമ്പോൾ. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോകത്തിലുള്ള ഏറ്റവും വലിയ ഈ മാസ്മരികമായ നമ്മൾ ഈ നഗരങ്ങളെയൊക്കെ കണ്ടാൽ എല്ലാം ഒരു പോർട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നവയാണ്. ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന സിറ്റീസ് ഒന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ശരിക്കും പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അപ്പോൾ വികസിക്കുന്നതിനനുസരിച്ച് തിരുവനന്തപുരം നഗരവും വികസിക്കും. അതെ, തീർച്ചയായിട്ടും. ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ കുറെ റൂറൽ ഏരിയയും ഒക്കെ അതെ 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 അതിനുള്ള ഒരു വലിയ കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടോ? അതെ, നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുമായിട്ടും ഒപ്പം നമ്മൾ വ്യവസായ വകുപ്പുമായിട്ടും ചേർന്ന് ഇപ്പം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് സമഗ്രമായ രീതിയിൽ ഇത് പഠിച്ച് അതിന് ഉപദേശം നൽകുവാനുള്ള സംഘവുമായിട്ടും ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ താങ്കളെ പോലെ ഒരാൾ വന്ന ശേഷം ഈ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും നേരത്തെ തന്നെ ഓക്കി ഒക്കെ വന്ന സമയത്തൊക്കെ ആ ഏരിയയിൽ പോയി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തല്ലോ. അന്ന് എനിക്ക് തിരുവനന്തപുരം സബ് കളക്ടർ ആയിരുന്നു. അന്നേരം ആ ഒരു പരിചയമല്ല അതിന് വലിയ രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട്. എങ്കിലും അവിടെ ഉള്ളവരുടെ ഒരു ആശങ്ക പൂർണ്ണമായിട്ട് മാറുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, ആശങ്ക ഉണ്ടാവുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ആ ആശങ്ക ഉണ്ടാവുന്നതിലൂടെയാണ് ശരിക്കും നമ്മളും പല പ്രശ്നങ്ങളും പഠിക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നതും. അതുകൊണ്ട് ആശങ്കകളും ഈ പറയുന്ന പോലെ പരാതികളും നിവേദനങ്ങളും വരുമ്പോൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുക. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ അടുത്ത് അതായത് ഒരു വിഴിഞ്ഞം മൈനർ പോർട്ടും ഉണ്ട്, നമുക്ക് അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ഹാർബറിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് അവർക്ക് അവിടെ ഒരു പുതിയ സംവിധാനം ഒരുക്കി കൊടുക്കുവാനും കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള ഒരു മോഡേണൈസ്ഡ് ഫിഷിംഗ് മെത്തഡോളജി എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ള ഒരു ആശയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുമായിട്ട് പ്രദേശവാസികളുമായിട്ട് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തു. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില വിഷയങ്ങൾ, ഈ തിരയിളക്കത്തിൻ്റെ ചില സാങ്കേതിക പഠനങ്ങൾ ഒക്കെ കൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് അത് വെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ലൊക്കേഷൻ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവരും ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഓരോ പ്രദേശത്തിലുള്ള ഇപ്പോൾ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഒക്കെയുള്ള ഓരോ പ്രദേശത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുമായിട്ടും ഒപ്പം മറ്റ് പ്രമുഖരുമായിട്ടും ഒക്കെ ആ പ്രദേശത്ത് തന്നെ നമ്മൾ ചർച്ചകൾ നടത്തി അവരുടെയും ഒരു അനുമതിയോടുകൂടി തന്നെയാണ്. അനുമതി എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ പഠനം നടത്തുന്ന ഇപ്പോൾ പൂനെയിലുള്ള ഒരു നമ്മുടെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് CPRWSലാണ് ഈ പഠനങ്ങൾ നടത്തുന്നത്, ഈ തിരയിളക്കത്തിൻ്റെയും ഓഷൻ സ്റ്റഡീസിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി അവരെ ഇതെല്ലാം കാണിച്ച് അവിടെ നമുക്ക് ഈ കടലലകളുടെ മോഡലിംഗ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കൊണ്ട് കാണിച്ച് എല്ലാം പൂർണ്ണ ബോധ്യം വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ശരിക്കും പ്രതിബന്ധങ്ങളെല്ലാം ഏറെക്കുറെ കെട്ടടങ്ങി. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ തുടക്കകാലത്തൊക്കെ. ആദ്യമായിട്ട് കപ്പൽ കണ്ടത് എപ്പോഴാണ്? ഞാൻ കണ്ടതോ
ഞാൻ ആദ്യമായിട്ടൊരു വലിയ കപ്പൽ കാണുന്നത്, അത് നമ്മളിപ്പോൾ വേളിയിലൊക്കെ ബോട്ടിൽ ചെറിയ ബോട്ടിൽ പോകുന്നതെന്നുള്ളതല്ലാതെ വലിയ കപ്പൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ കസ്റ്റം സർവീസിൽ കയറി. അതെ, ഞാൻ ആദ്യം കസ്റ്റം സർവീസിലായിരുന്നു. സിവിൽ സർവീസ് എഴുതി കസ്റ്റംസിൽ ലഭിച്ചു. അവിടെ ഞാൻ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ IAS പ്രവേശിക്കുന്നത്, വീണ്ടും പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ട്രെയിനിങ് പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന കപ്പൽ കാണുന്നത്, തുറമുഖം കാണുന്നത്, കണ്ടെയ്നറുകൾ കാണുന്നത്, വെയർഹൗസിങ് കാണുന്നത്, ലോജിസ്റ്റിക്സ് കാണുന്നത്, കസ്റ്റംസ് ചാർജസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ എന്താണ് മാരിടൈം ട്രേഡിൻ്റെ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിന് അന്ന് ഒരു പക്ഷേ ഒരു വർഷം കസ്റ്റംസിൽ പോയിരുന്ന് വെറുതെ പോയിരുന്ന് പലരും എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വർഷം, കാരണം ഞാൻ ഒരു വർഷം ഇടയ്ക്ക് പരീക്ഷ എഴുതിയില്ല, ഈ ട്രെയിനിങ് ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോ ഇന്ന് അതിനുള്ള ഉത്തരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും കസ്റ്റംസ് ആകുമ്പോൾ ഇതിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു കൃത്യമായ ധാരണയുണ്ട്. അതെ അതെ അതെ. കുടുംബമായിട്ട് കപ്പലിൽ യാത്ര ചെയ്തോ? ഇല്ല, കുടുംബമായിട്ട് യാത്ര ചെയ്തു. മകനെ കൊണ്ടുപോയി. അതെ അതെ അതെ. ഇപ്പം നമ്മൾ ഈ തുറമുഖത്തിന്റെ കാര്യത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അടുത്തിടെ ഇപ്പൊ അതെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വളരെ ഒരു ജസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ രാധാകൃഷ്ണൻ മിനിസ്റ്ററുമായിട്ടുള്ള ഒരു ചിത്രം, അത് വസ്തുത സമീപകാലത്ത് നമ്മളൊരു പൊതുവെ ഞാനൊരു പത്രപ്രവർത്തകനാണ്, പക്ഷേ വാർത്തകളെല്ലാം പല പല രീതിയിലുള്ള ഈ നെഗറ്റീവും എല്ലാമായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു കുളിർമ പകരുന്ന ചിത്രമായിരുന്നത്. പക്ഷെ ആ ഒരു ചിത്രം വന്നപ്പോൾ പോലും ആവശ്യമില്ലാത്ത വിവാദങ്ങളുമൊക്കെ, ആ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷെ അതൊരു മനുഷ്യത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. പൊതുവെ മലയാളികൾ ഇപ്പം നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പരസ്പരം കാണുമ്പോൾ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മൾ വളരെ വിശാല ചിന്താധികാരാണെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു കപട സദാചാര ബോധമുണ്ടോ? അത് സദാചാരത്തിൻ്റെ ഭാഗമായിട്ടാണോ അതോ പൊതുവെ നമുക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വിമുഖതയാണോ എന്നെനിക്കറിയില്ല. രണ്ടുമാകാം, ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാകാം. കാരണം ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഞാനിപ്പോൾ മിക്കവാറും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കാണുന്നത് എൻ്റെ മകൻ എങ്ങനെ കാണും എന്നുള്ള ഒരു ദൃഷ്ടിയിലൂടെയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇപ്പോൾ എൻ്റെ മോൻ, അവന് ആൺകുട്ടിയാണ്, അപ്പോൾ അവന് ഒരു 2-2.5 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് പോലും ഇടയ്ക്ക് വീട്ടിൽ എപ്പോഴോ ഒക്കെയോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ വല്ലാണ്ട് കരയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്നവരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, ബന്ധുക്കളായിരിക്കും, ആരെങ്കിലും ഒരു കമൻറ്റ് പറയും, ഇങ്ങനെ പെങ്കൊച്ചിനെ പോലെ ഇരുന്ന് കരയല്ലേ, നീ ഒരു ആങ്കൊച്ചല്ലേ, ഇങ്ങനെ എന്തിനായിരുന്നു കരയുന്നത് എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് തന്നെ പറയും, എന്താ ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല എന്നുണ്ടോ? അപ്പം ഇതേപോലെ തന്നെ ഇച്ചിരി കുറച്ചൊന്ന് പ്രായമായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പെങ്കൊച്ച് സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചാൽ എന്തിനാ ഇങ്ങനെ അട്ടഹസിക്കുന്നേ, പതുക്കെ ചിരിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഈ രണ്ടും, അത് ആണും പെണ്ണും വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ സ്ത്രീപക്ഷത്ത് നിന്നല്ല അത് സംസാരിക്കുന്നത്. വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് മൗലികമായിട്ടുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ അവകാശമാണ്. അതുപോലും നമ്മൾ ഇത്രയും ചെറിയ പ്രായത്തിൽ പോലും പെൺകുട്ടികൾ പുറത്ത് നിന്ന് കരഞ്ഞാൽ കുഴപ്പമില്ല, ആൺകുട്ടികൾ പുറത്ത് നിന്ന് ചിരിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറി എല്ലാവർക്കും കുഴപ്പമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എവിടെയോ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ട്. എത്ര ഈ പറയുന്ന പോലെ അത് ഒരു പ്രത്യേക തരത്തിലോ ഒരു പ്രത്യേക തലത്തിലോ ഉള്ള വ്യക്തികൾക്കൊന്നും മാത്രമല്ല, എവിടെയോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നുണ്ട് ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പരസ്പരം നമുക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു വിമുഖത ഉണ്ടാവുന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു വേർസ്ഫുരണമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പല വ്യത്യസ്ത വിധത്തിലുള്ള വ്യാഖ്യാനം. അതെ അതെ അതെ, ഒരു വിഷയം ഏതെല്ലാം രീതി വ്യാഖ്യാനം. ഞാൻ അത് കണ്ടപ്പോൾ റാഷോമോനാണ് ഓർത്തത്, ശരിക്കും റാഷോമോൻ ഇഫക്റ്റാണ് ഞാൻ ഓർത്തത്. എങ്ങനെ പല ദിക്കിൽ നിന്നും എന്തൊക്കെ ഈ വാസ്തവത്തിൽ ഇപ്പം ദിവ്യ വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാലോകത്തും ഒരേ സമയം പഠനത്തിലും എല്ലാം വളരെ വിശാലമായൊരു ലോകം ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കിട്ടാത്ത ഒരുപാട് പെൺകുട്ടികളില്ലേ, അവരെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അത് മാറി വരുന്നുണ്ടോ, എങ്ങനെയാണ്?
നമ്മുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് പലപ്പോഴും എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കുടുംബത്തിനോടും മാതാപിതാക്കളോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതിലുപരി അധ്യാപകരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും വലിയൊരു ലോകം നമ്മളെ കാത്തിരിക്കുകയാണ് എന്ന് കാണിച്ചു തന്നതിന്. ഒരു പക്ഷേ ഈ ഒരു മറകൾ ഓരോന്നും നീക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്. പലരും ഈ മറകൾ കാണുമ്പോൾ അവയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒരു പ്രവണതയുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് കൂടുതലായും. ആ മറകൾ നീക്കി മാറാലകൾ നീക്കി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതിന് നമ്മൾ കുറച്ച് ഒന്ന് സ്വയം അതിന് താല്പര്യമെടുത്താലേ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ അതിന് ചിലപ്പോൾ പ്രേരണകൾ നമുക്ക് വേണ്ടി വരും. ഞാൻ ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളെല്ലാം ഒരു പ്രായത്തിന് ശേഷം അതൊക്കെ വളരെ വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുമാത്രം അവ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു തസ്തികയിലിരിക്കുന്ന ആൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു മറയാണ്, ഒരു ബന്ധനമാണ് അവിടെ. ആ ബന്ധനം എന്ന് പറയുന്നത് നമുക്ക് പൊളിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും ഒരല്പം ഊർജം വേണം, ഒരു പ്രേരണ വേണം എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ ചെയ്ത ഒരു അനുഭവം ഒരു വ്യക്തിയെ ഓർക്കാൻ പറഞ്ഞാൽ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് 2ാം ക്ലാസ്സിലല്ല ആക്ച്വലി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് ഞങ്ങളുടെ സ്കൂളിലെ ആ പ്രൈമറി സ്കൂളിൻ്റെ ഹെഡായിട്ടിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ റൂത്ത് എന്നായിരുന്നു സിസ്റ്ററിൻ്റെ പേര്. അപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കർശനക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ എല്ലാവരും സിസ്റ്ററിനെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. സിസ്റ്റർ ഒരു ദിവസം എന്നെ സിസ്റ്ററിൻ്റെ മുറിയിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദിവ്യയ്ക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് വീരൻ സ്മാരക കലോത്സവത്തിലെന്തോ മോണോ ആക്ടിനും കഥാപ്രസംഗത്തിനും ഒക്കെ ഒരു കുട്ടീനെ വിടണം, 2ാം ക്ലാസ്സിൽ നിന്നോ 1ാം ക്ലാസ്സിൽ നിന്നോ ഒക്കെ. അപ്പോൾ അവരിങ്ങനെ ആളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്ററിന് എങ്ങനെയോ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുവരെ ഞാൻ അഭിനയത്തിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടില്ല. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ലേ അഭിനയം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു എക്സ്പോഷർ ഇല്ല ആ സമയത്ത്. അപ്പോൾ എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, പിന്നെ അടുത്ത ദിവസം ഒന്നുകൂടെ വരാൻ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു, പഠിപ്പിച്ചെന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വരാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് സിസ്റ്റർ സ്വയം എനിക്ക് ആദ്യം ഒരു മോണോ ആക്ട് പഠിപ്പിച്ചു. മോണോ ആക്ട് എന്ന് വെച്ചാൽ അത് ഭയങ്കര നർമ്മം കലർന്ന ഒരു മോണോ ആക്ട് ആയിരുന്നു. അപ്പം പണ്ടൊക്കെ നമ്മൾ ഈ മറ്റേ മിമിക്സ് പരേഡിലും ഒക്കെ കാണുന്ന പോലത്തെ ഉള്ള വളരെ നർമ്മം കലർന്ന ഒരു വീട്ടിലെ 4 അംഗങ്ങൾ ഒരേ കാര്യം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അമ്മ തിരുവാതിരക്കളി കളിച്ചുകൊണ്ടും അച്ഛൻ വേറെ, അങ്ങനെയുള്ള ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ ഉള്ള ഒരു മോണോ ആക്ട് ആയിരുന്നു അത്. അപ്പം ആദ്യം അത് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് സിസ്റ്റർ റൂത്താണ്. അത് പുറമേ ഉള്ള ലോകത്തിൽ നിന്നും സിസ്റ്ററിനെ കണ്ടാൽ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ട് തിരുവാതിരക്കളി കളിക്കുന്നതൊക്കെ ആക്ട് ചെയ്യിപ്പിച്ച് കാണിക്കും എന്നുള്ളത് ഒരു പക്ഷെ ഒരു മനുഷ്യൻ വിശ്വസിക്കാനാവില്ല. അതെ, ഒരു വേറൊരു വേൾഡാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പം അവരുടെ ഉള്ളിൽ ഇത്രയും തരളിതയായിട്ടുള്ള ഒരു കലാകാരിയുണ്ട്, ഇത്രയും നർമ്മബോധമുണ്ട് എന്നൊക്കെ എനിക്ക് ആ പ്രായത്തിൽ ഒരു വലിയൊരു വെളിപാടായിരുന്നു ശരിക്കും. അപ്പം അതുപോലെയുള്ള ഓരോ വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ അവരെല്ലാവരും നമ്മുടെ മനസ്സിൽ അവരുടെ ഒരു ഭാഗം നിക്ഷേപിച്ചിട്ടാണ് ശരിക്കും പോകുന്നത്. അപ്പം അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഞാൻ ഈ നമ്മുടെ ഉള്ളിലെ ഡ്രൈവ് എന്ന് എപ്പോഴും പറയുന്നത്. ഇങ്ങനെ പല വ്യക്തികളെയും നമ്മൾ എല്ലാവരും കാണും, പക്ഷേ അവർ നമ്മളിൽ നിക്ഷേപിച്ചിട്ട് പോകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ നമുക്ക് കരുതലോടുകൂടി കാത്തു വെക്കാനും അത് വളർത്തിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതിലാവശ്യമായിട്ടുള്ളത് പ്രാവർത്തികമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്. ഇതൊരു ഒരു പ്രേരണ കൂടി വേണമെന്ന് പറയുന്നത്. പലപ്പോഴും ഈ പെൺകുട്ടി വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്താനും അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇപ്പൊ പറഞ്ഞ ആണുങ്ങൾ പുറത്തു നിന്ന് കരഞ്ഞാലെന്നുള്ളത് പോലെ പെൺകുട്ടി പുറത്തു നിന്ന് ചിരിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആ ഒരു എന്താ കൾച്ചറിലേക്ക് വളരുന്നുണ്ടോ? ഇപ്പൊ വളരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും എല്ലാത്തിനും 2 അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. എനിക്ക് പ്രത്യേകിച്ചും തോന്നുന്നത് സമൂഹ മാധ്യമങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരുപാട് പിഴവുകളുണ്ട്, ഒരുപാട് പഴിചാരൽ അതിൽ നടക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആശയവിനിമയത്തെ ഏറ്റവും അധികം ജനാധിപത്യവൽക്കരിച്ച ഒരു മാർഗമാണ് സമൂഹ മാധ്യമം എന്ന് പറയുന്നത്. അവിടെ ആരുടെ ശബ്ദത്തിനും
ഒരേ വിലയാണ്, എല്ലാവരുടെയും ശബ്ദത്തിന് ഒരേ വിലയാണെന്നുള്ളത് കൊണ്ട് തന്നെ ആശയവിനിമയം അത്രയധികം ജനാധിപത്യവൽക്കരിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രേരണയും നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇൻഅക്സസിബിൾ അല്ല. പണ്ട് അപ്രാപ്യമായിരുന്നു ഈ പ്രേരണ എന്ന് പറയുന്നത്. ഇപ്പൊ അത് അപ്രാപ്യമല്ല, നമുക്ക് വേണമെങ്കിൽ തേടിയെടുക്കാൻ പറ്റും. പൊതുവെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളല്ലേ കുറെ കൂടെ സ്ട്രോങ് എന്താ പറയുന്ന മൈൻഡ്, ഒരു മനസ്സുള്ള ആൾക്കാർ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നെ സ്വാധീനിച്ചിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ ശക്തമായ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. അതൊരു പക്ഷേ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് കൂടുതൽ എന്താ പറയുക, അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ജനറിക്കലി പൊതുവായിട്ടുള്ള ഒരു ഉപസംഹാരത്തിലേക്ക് ഞാൻ വരില്ല. രണ്ടും ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചിരിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് പുരുഷ മേധാവിത്വമുള്ള മേഖല കൂടിയാണല്ലോ, അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, സിവിൽ സർവീസിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേധാവിത്വം ഒരു പരിധി വരെ ഉണ്ട്. അത് ഒരു എന്താ പറയുക, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഷിയർ നമ്പേഴ്സ് ഓൾസോ, റൈറ്റ്? അപ്പം നമ്മൾ എത്ര സ്ത്രീകളാണുള്ളത്, എത്ര പുരുഷന്മാരാണുള്ളതെന്ന് വെച്ച് തന്നെ ശരിക്കും വേണമെങ്കിൽ നമുക്ക് മേധാവിത്വത്തെ നിർവചിക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു സംഖ്യാബലം അല്ലാതെ വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിവേചനം ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ മേധാവിത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും വിവേചനം ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിവേചനം സിവിൽ സർവീസിൽ തീർച്ചയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ദിവ്യ അതൊന്നും കാര്യമാക്കാറില്ലെന്ന്. കാരണം ടെസ്സി തോമസ് ഒരുവാണ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അവർ DRDOയിലെ മേധാവിയൊക്കെ ആയല്ലോ, അന്നേരം പുരുഷന്മാരായ സയന്റിസ്റ്റ് അവർ പറഞ്ഞു ഇതിപ്പോൾ എല്ലായിടത്തും ഇതുപോലുള്ള പദവികൾ വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ നമ്മൾ നമ്മുടെ ജോലിയിൽ മുഴുകി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും കാര്യമാവില്ല, അല്ലേ? അതെ, അത് ഇപ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ, ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ശരിയല്ല പല സ്ഥലങ്ങളിലും. പക്ഷേ ഇപ്പോൾ ജൈവികമായിട്ടുള്ള ഒരു പ്രക്രിയയിൽ ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരിഗണന ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബലഹീനതയായിട്ട് കാണാൻ പാടില്ല. അത് മാത്രം ഒന്ന് തിരിച്ചറിഞ്ഞാൽ പോലും സ്ത്രീ പുരുഷ സമത്വം തൊഴിലിടങ്ങളിൽ ഉണ്ടാകും. പക്ഷെ അത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തിരിച്ചറിയാൻ പലപ്പോഴും സ്ത്രീകളും മടിക്കാറുണ്ട്. ഇപ്പോൾ ആർത്തവകാലത്ത് എനിക്ക് വല്ലാത്ത വേദന വരുന്ന സമയമാണ് ആർത്തവകാലം എന്ന് പറയുന്നത്. ഇത്രയും പ്രായമായിട്ട് എല്ലാവരും പ്രസവം കഴിയുമ്പോൾ തീരും എന്നൊക്കെ പറയും, പക്ഷെ അത് കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. ആർത്തവകാലത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് എണീക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാണ്. പക്ഷേ ആ വേദനയിൽ മരുന്നും കഴിച്ച് ഓഫീസിൽ പോയി ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടുന്ന ഒരു ദിവസം അതായിരിക്കും. അപ്പോൾ അത് ഒരു പക്ഷേ എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് അറിയാൻ സാധിക്കും ആ ദിവസം ഏതാണ് എന്നുള്ളത്. അതൊരു രഹസ്യമായിട്ട് വെക്കാൻ പറ്റാറില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റേണിറ്റി ലീവ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത്, മെറ്റേണിറ്റി ലീവിന് ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ പലരും സ്വയം കാണും. ഇപ്പം ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു 2 മാസം മുൻപ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് വന്നു, മുറിയിൽ വന്നു, മാഡത്തിനോട് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞു. എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്തിനാ കരയുന്നേ? അപ്പം ഞാൻ പറഞ്ഞു ഈ സുന്ദരിയായിട്ടുള്ള ഈ കൊച്ചിങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് എന്ത് കാര്യം എന്ന് പോലും പറയാതെ കരയുന്നത് എന്തിനാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു മാഡം പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിനെന്തിനാണ് കരയുന്നത്? പ്രഗ്നൻ്റ് ആണെന്നുള്ളത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ മാഡം ഇപ്പോൾ എനിക്ക് ജോലിയിൽ ഞാനിപ്പോൾ കയറിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ ഉടനെ ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ അതിനി പ്രശ്നമാവത്തില്ലേ ബാക്കിയുള്ളവർ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു യാതൊരു വിധത്തിലും തളരരുത്, യാതൊരു വിധത്തിലും സങ്കടപ്പെടരുത്, ഇത് സന്തോഷിക്കേണ്ട കാലഘട്ടമാണ്, ജോലിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. ഇവരെല്ലാവരും കോൺട്രാക്റ്റിലൊക്കെ വരുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് പ്രശ്നമാവുമോ, ജോലിയിൽ നിന്നും മാറ്റുമോ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിനി വളരെ പ്രധാനപ്പെട്ട ജോലികൾ ചുമതലകൾ നൽകാതിരിക്കുമോ എന്നൊക്കെയുള്ള പല ആശങ്കകൾ ഇങ്ങനെ മനസ്സിൽ വന്നിട്ടായിരിക്കും. പക്ഷെ ആ കുട്ടിയുടെ മുഖം എന്ന് പറയുന്നത് ഒരൊറ്റ കുട്ടിയുടെ അനുഭവമല്ല, പല കുട്ടികളുടെ അനുഭവമാണത്. അപ്പോൾ അത്രയ്ക്ക് ജൈവികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സ്ത്രീത്വത്തിന് അനുഗ്രഹമായി നിൽക്കുന്ന, മനുഷ്യരാശിക്ക് വരദാനമായി നിൽക്കുന്ന പല കാര്യങ്ങൾ പോലും
നമ്മളെ ഇങ്ങനെ ആശങ്കയിലാഴ്ത്തുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അതിന് ശരിയല്ല. പക്ഷെ അത് ശരിയാകുന്ന രീതി സൊസൈറ്റി അതിനനുസരിച്ച് അല്ലേ കുറെ കൂടെ ഉയർന്നു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ ഇപ്പം ഈ അധ്യാപകരുടെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ റൂത്ത് സിസ്റ്ററിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ വളരെ നിർണായകമായ ഒരു വിധി വന്നായിരുന്നു. അതായത് അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമായി കാണാൻ പറ്റില്ല. അന്നേരം പറയുന്നുണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്താൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ ഇപ്പൊ പലർക്കും ഇപ്പൊ എനിക്കടക്കം ഒരു കുട്ടിയായിരിക്കും. അന്നേരം ഇപ്പൊ മാതാപിതാക്കളുടെ ഒരു ആശങ്ക, ഇപ്പൊ അധ്യാപകർ എന്തെങ്കിലും നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് പരാതി, പലയിടത്തും കേസ് കൊടുക്കാൻ പോകുന്നു. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു മകന്റെ വളർത്തുന്ന കാഴ്ചപ്പാടിലൂടെ അത് ശരിക്കും എൻ്റെ മനസ്സിൽ തന്നെ ഞാനും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഞാൻ എന്നെ തന്നെ ഒരു വിദ്യാർത്ഥിയായി കണ്ടതിൽ നിന്നും ഇപ്പോൾ ഞാൻ എൻ്റെ മകനെ ഒരു വിദ്യാർത്ഥിയായി കാണുകയാണ്. അപ്പോൾ ഞാൻ എന്നെ ഒരു എന്താ പറയുക രക്ഷകർത്താവായിട്ട് കാണുകയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആക്ച്വലി ഒരു വിരോധാഭാസം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു അധ്യാപിക പോലും എന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നോവിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആരും അടിക്കുകയോ നുള്ളുകയോ പിച്ചുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടിക്കാതെ നുള്ളാതെ പിച്ചാതെ ഒക്കെ കുട്ടിക്ക് വളരാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസും എൻ്റെ കുഞ്ഞിന് ഉണ്ടാവരുത് എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പം അതിന് 5 വയസ്സായി. 5 വയസ്സ് വരെ വീട്ടിലാണെങ്കിലും വിദ്യാലയത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആരും യാതൊരു തരത്തിലും അവൻ്റെ ശരീരത്തിൽ തൊട്ട് അവനെ നോവിപ്പിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ അത് തന്നെ ഒരു യജ്ഞമായിരുന്നു, അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി ദ്രോഹിക്കാതെ, ശാരീരികമായി നോവിപ്പിക്കാതെ വിദ്യാർത്ഥികളെ കൈപിടിച്ചു നടത്തുവാൻ, വഴികാട്ടികളാകുവാൻ അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. അതിൻ്റേതായ രീതികളുമുണ്ട്. അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശാരീരികമായിട്ട് നോവിപ്പിക്കാതെ, പക്ഷെ എന്ന് വെച്ചാൽ ഒരു വാക്ക് പറഞ്ഞുകൂടാ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ശകാരിക്കുക ചിലപ്പോൾ ആവശ്യമായിരിക്കും. അത് തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക, തീർച്ചയായിട്ടും തിരുത്തി തന്നെ കൊണ്ടുപോകണം. അതെ അതെ, അല്ലാതെ തന്നെ കാര്യം മനസ്സിലാക്കാം എന്നുള്ളത് 100% ഉറപ്പുണ്ട് എനിക്ക്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും എൻ്റെ മകൻ്റെ അനുഭവത്തിൽ നിന്നും ഒക്കെ അത് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ഇപ്പൊ ഇതൊരു വളരെ ഒരു മൊമെന്റ് ഓഫ് ഗ്ലോറി എന്നൊക്കെ പറയാവുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം ഇതുപോലൊരു ഇപ്പൊ തിരുവനന്തപുരത്തുകാരിയായ ഒരാൾ ഇപ്പോൾ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയൊരു സ്വപ്ന സാഫല്യത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നു. എന്ത് പറയുന്നു? ഹൗ ഡു യു ഫീൽ? നിറഞ്ഞ മനസ്സും ഒപ്പം ഒരുപാട് നന്ദിയുമാണ് മനസ്സിലുള്ളത്. അങ്ങനെ ഒരു സൗഭാഗ്യം നൽകിയതിനും ഒപ്പം കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മാത്രമാണ് മനസ്സിലുള്ളത്. കാരണം ഞാനിവിടെ ഈ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് പോലും താങ്കൾ പറഞ്ഞതുപോലെ അനവധി പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. അത് സാമൂഹികമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, നിയമപരമായിട്ടുള്ള ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ആർബിട്രേഷൻ ഉൾപ്പെടെയുള്ള ധാരാളം വിഷയങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് ജീവിതങ്ങൾ ഈ ഒരു 6 മാസത്തിലൂടെ ജീവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഒപ്പം കൈപിടിച്ച് നടത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് പ്രത്യേകിച്ചും വിഴിഞ്ഞത്തിൻ്റെ ജനങ്ങൾക്ക്, വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം കുടുംബങ്ങൾക്ക്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ഓരോരുത്തരുടെയും വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു സ്തംഭമായിട്ടാണ് ശരിക്കും വിഴിഞ്ഞം തുറമുഖം വരുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും വിഴിഞ്ഞം വൻ വിജയമാവട്ടെ. സന്തോഷം.